again, welcome back to Nandus kitchen. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ മഞ്ചൂരിയൻ ആണ്. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ വെച്ച് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുവാൻ കഴിയും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 300 ഗ്രാം അളവിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് ഒരു മുട്ടയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ മിശ്രിതം ചിക്കനിലേക്ക് ഒഴിച്ച് കൈകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഉപ്പും കുരുമുളകും നന്നായി ചിക്കൻ കഷ്ണങ്ങളിൽ പിടിക്കുന്നതിനായി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ കോട്ടിങ്ങിന് വേണ്ടിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കുക. ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചിക്കൻ പീസുകളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വേറൊരു കടായിയോ പാനോ എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ വട്ടത്തിലരിഞ്ഞ 2 പച്ചമുളക് എന്നിവ ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സ്പ്രിംഗ് ഓണിയന്റെ തണ്ടിന്റെ ഭാഗം 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇത് വഴറ്റിക്കഴിഞ്ഞാൽ ചതുരാകൃതിയിൽ കട്ട് ചെയ്ത സവാള ചേർക്കുക. ഇതൊരു 1/2 കപ്പ് അളവിൽ ഉണ്ടാകും. പച്ച ക്യാപ്സിക്കവും ഇതേ അളവിലും വലുപ്പത്തിലും മുറിച്ചെടുത്ത് ചേർക്കുക. ഒപ്പം മഞ്ഞ ക്യാപ്സിക്കവും ഇതേ അളവിൽ ചേർക്കുന്നുണ്ട്. മഞ്ഞ ക്യാപ്സിക്കം കിട്ടിയില്ലെങ്കിൽ ചുവന്നതും ചേർക്കാം. ചിക്കൻ മഞ്ചൂരിയൻ കളർഫുൾ ആകാൻ വേണ്ടിയാണ് വിവിധ തരത്തിലുള്ള കളറുകൾ ചേർക്കുന്നത്. ഇതൊന്നും അധികം വേവേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി സോസുകൾ ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, വിനിഗർ 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. സോസിന്റെ അളവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കൊടുക്കാം. ചിലർക്ക് സോസ് അധികം ചേർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അളവ് കുറച്ചത്. കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. സോയാ സോസ് ചേർത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് രസം അതിലുണ്ടാകും. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ പീസുകൾ ഇതിലിട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്തത് ഈ സമയം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. 30 സെക്കൻഡ് സമയം കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. സ്പ്രിംഗ് ഓണിയൻ വിതറി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. വളരെ ടേസ്റ്റിയായ ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.